പണം കൊണ്ട് സാമ്രാജ്യങ്ങൾ തീർക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ. എന്നാൽ അവകാശങ്ങൾ വരുമ്പോൾ പലപ്പോഴും പല കുടുംബങ്ങളും ചിതറി തെന്നി മാറും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫാമിലി ഡിസ്പ്യൂട്ട് ആണെങ്കിലും കേസിൻ്റെ കുറേ കാര്യങ്ങളായാലും പിന്നെ ബന്ധങ്ങൾ തമ്മിൽ ഉലയും, ഇതൊക്കെ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞതും നമുക്കറിയാത്തതും വീണ്ടും ഓർമ്മിപ്പിക്കാനുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ അതിഥി വന്നിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ഐ എം ഗോയിങ് ടു ഹാവ് വിത്ത് മിസ്റ്റർ ശ്രീജിത്ത് കുനിയിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആൻഡ് ഹീ ഈസ് ഓൾസോ ക്യാപിറ്റലിൻ്റെ ഹെഡാണ് ഇന്ത്യയിൽ അല്ലേ, വോളണ്ടാണ്. ഓക്കെ. ആൻഡ് ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തമ്മിൽ കുറേ നേരെ സംസാരിക്കുന്നു. ബട്ട് ദിസ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ഫോർ എല്ലാവരും. ഇതൊരു സിനിമ പ്രൊമോഷൻ അല്ല, ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതാണ്. ഞാൻ സ്റ്റാർട്ടിങ് വെച്ച് തുടങ്ങാം. ഒരാൾക്ക് ഈ വില്ല് എഴുതുക എന്ന് പറയുന്നൊരു വലിയ സംഭവമാണല്ലോ നമ്മുടെ നാട്ടിൽ. ഈ വില്ല് എഴുതാതെ പോയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ. ആദ്യം വില്ല് എന്തിന് എഴുതണം എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വില്ല് എന്തിന് എഴുതണം? ഓക്കെ. നമ്മുടെ സ്വത്ത് ആർക്ക് എത്ര പോർഷൻ എങ്ങനെ കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് വില്ല്. വില്ലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കാം? നമുക്ക് രണ്ട് തരത്തിലാണ് മരണം സംഭവിക്കുന്നത്. ഒന്നിനെ പറയുന്നത് ടെസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറയുന്നത് വില്ല് എഴുതിക്കൊണ്ടുള്ള ഡെത്ത്, അതിനെ ടെസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറയുന്നത്. ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ വില്ല് എഴുതാത്ത മരണം. ഓക്കെ. ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത്. അപ്പോൾ ഇൻറ്റസ്റ്റേറ്റ് ഡെത്ത് ആകുന്ന സമയത്ത് ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ലോ ഉണ്ട്, അതിന് സക്സഷൻ ലോസ് ഉണ്ട്. ആ ഇൻഹെറിറ്റൻസ് ലോ പ്രകാരമാണ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഫാമിലി. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? ഭാര്യയും മക്കളും അല്ലേ? അവർക്ക് പോകും എന്നുള്ളത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, മുഴുവനും പോകും എന്നുള്ളതും എത്ര പോർഷൻ പോകും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് നമ്മൾ വില്ല് എഴുതുന്നത്. നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം പോകും. ഇന്ത്യയിലെ ഇൻഹെറിറ്റൻസ് ലോ റിലീജിയൻ പ്രകാരമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഓരോ നിയമത്തിനും ഓരോ റിലീജിയനും ഓരോ നിയമങ്ങളാണ്. അങ്ങനെയാണ് അത് പോകാം. അതെന്താ വിവിധ ഒരു എന്താ പറയുക ലോ എല്ലാവർക്കും അല്ലാതെ പല റിലീജിയനും പല ലോ വരാനുള്ള കാരണം എന്താ? അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ബ്രിട്ടീഷേഴ്സ് ആണല്ലോ വന്നത് അല്ലേ. അവർ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 കൊണ്ടുവന്നു. പിന്നെ വരുന്നത് ഹിന്ദു ആണ്. പല നമ്മുടെ ഓരോ രാജ്യത്തും ഇൻഹെറിറ്റൻസ് ലോ ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് റിലീജിയൻ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും മുസ്ലിംസ് ഫോളോ ചെയ്യുന്നത് ശരിയത്ത് ലോ ആണ്, പേഴ്സണൽ ലോ ശരിയത്ത് 1937. ഹിന്ദുസിന് ഫോളോ ചെയ്യുന്നത് ഹിന്ദു സക്സഷൻ ആക്ട് 1956. നമ്മുടെ ക്രിസ്ത്യൻസിന് ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925. അങ്ങനെ ഓരോ നിയമങ്ങളിലാണ് അത്. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ ഈ പലവരും പറയും ഈ ട്രസ്റ്റിൽ അതൊരു ട്രസ്റ്റാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതും വില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആനയും അമ്പഴി എന്നുള്ള വ്യത്യാസമുണ്ട്. നോർമലി എല്ലാവരുടെയും ഈ സക്സഷൻ എന്ന് പറയുന്നത് ആൾക്കാർ വില്ലാണ് എഴുതുക അല്ല, വില്ല് എഴുതും. അതാണ്. പക്ഷെ വില്ലിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ എസ്പെഷ്യലി ട്രസ്റ്റ് എന്ന് പറയുമ്പം സാധാരണ ജനങ്ങളുടെ ഇപ്പം നിങ്ങൾ ചോദിച്ചോളൂ ട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ചാരിറ്റബിൾ ട്രസ്റ്റ്, അമ്പലം, പള്ളി, അതൊക്കെയാണ്. ഫാമിലി പ്രൈവറ്റ് ട്രസ്റ്റ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 ഉണ്ട്. അതായത് ബ്രിട്ടീഷേഴ്സ് നമ്മുടെ ഇൻഡിപെൻഡൻസ് മുമ്പുള്ള നിയമമാണ്. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട്. അത് പ്രകാരം നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമുക്കൊരു ട്രസ്റ്റിൽ വെക്കാം. ഓക്കെ. ട്രസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷം ആ ട്രസ്റ്റാണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് നമ്മുടെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഫോർ ഗേൾസ് മാത്രമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മൈനർ ചൈൽഡ്, സുഖമില്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അവർക്കൊക്കെ വന്നിട്ട് ഈ ട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതത് ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു സ്വത്തുണ്ട് വിചാരിച്ചോളൂ അല്ലേ. ആ സ്വത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാം അല്ലേ. ഓണർഷിപ്പുള്ള സാധനം ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ബാങ്കിന് എടുക്കാം, ഗവൺമെന്റിന് എടുക്കാം, കടം നന്നാക്കി കൊണ്ടുപോകാം അല്ലേ. പക്ഷെങ്കിൽ ട്രസ്റ്റിന് കൊടുത്ത പ്രോപ്പർട്ടി ആർക്കും തൊടാൻ പറ്റില്ല. പ്രൊട്ടക്ട് ദ അസറ്റ്. അതെ. നമ്മൾ എസ്പെഷ്യലി ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇപ്പം സിനിമ പിടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഹ്യൂജ് റിസ്ക് എടുക്കുന്ന ഒരാൾ, അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എപ്പോഴും എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിൽ വെക്കണം. കാരണം വൈഫിനും ഫാമിലിയൊക്കെ നാളെ അവസാനം വാടക വീട്ടിൽ പോരുത്. അത് കുഴപ്പമില്ല. എനിക്ക് അടുത്ത കാലത്ത് എൻ്റെ പേഴ്സണലി എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കേട്ടൊരു വാക്കിനെ ഹെയർ സർട്ടിഫിക്കറ്റ് വേണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. ഞാൻ ഒറ്റ കുട്ടിയില്ലേ, ഇനി എന്തിനാണ് വേറെ എന്നാണ്. അതിന് വേണ്ടി പോയ കുറേ പേപ്പേഴ്സൊക്കെ 6 മാസം പിടിച്ചു അത് വരാനായിട്ട്. സോ അതിനെക്കുറിച്ച് അതും ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഹെയർ ഇൻഹെറിറ്റൻസിലോ രണ്ടും എന്താണ് വ്യത്യാസം? അല്ല, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശേഷം എന്താണോ നമ്മുടെ വൈഫിന് മക്കൾക്ക് പോകുന്നതാണ് ഇൻഹെറിറ്റൻസ്. അത് പ്രൂവ് ചെയ്യേണ്ട മെക്കാനിസമാണ് നിങ്ങളാണോ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്. അവിടെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാത്രമാണോ ലീഗൽ ഹെയർ എന്ന് ഉറപ്പില്ലല്ലോ അല്ലേ. അത് നമ്മൾ അവിടെ പോയി വാങ്ങിക്കണം. പക്ഷെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു അച്ഛനോ അല്ലെങ്കിൽ വളരെ പ്രധാനിയായിട്ടൊരു അമ്മയോ അങ്ങോട്ട് കാലഹരണം മരിച്ചു പോയാൽ പിന്നെ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവനും അടിപിടികളുടെ കാര്യം. എല്ലാവരും കഥയല്ല, ജനറലൈസ് ചെയ്യുന്നില്ല ഞാൻ, ബട്ട് ചില കാര്യങ്ങളിൽ
അത് പിന്നെ ഇറ്റ് ബിക്കംസ് ഒരു കോർട്ട് ഡ്രാമയായി മാറും, പേപ്പറുകളിൽ വരും. ഇതൊക്കെ യു ഹാവ് സീൻ സംതിങ്. ആ അതെ. ക്യാൻ യു ടെൽ മീ സംതിങ്? എനിക്ക് പേരൊന്നും അറിയണ്ട, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്തു പോയിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കാര്യം. രണ്ട് ഒരു കേസ് സ്റ്റഡി പറയാം. വളരെ റീസെന്റ് നടന്ന രണ്ട് കേസ് സ്റ്റഡി. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹിന്ദു, ഇമ്മൻസിലി റിച്ച് ആൻഡ് അപ്പോൾ അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ US സെറ്റിൽഡ് ആണ്. നാട്ടിൽ ലീവിന് വന്നു, ഒരു 2 വർഷം മുമ്പ് ലീവിന് വന്നു. ജസ്റ്റ് ബിഫോർ ഡിപ്പാർച്ചർ ടു US, ഓക്കെ, 1 വീക്ക് ബിഫോർ വന്നിട്ട് ആൾക്ക് പെട്ടെന്ന് പാരലൈസ് ആയി. ആൾക്ക് സ്ട്രോക്ക് വന്നു. ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു, ആള് ബെഡ് റിഡൺ ആയി. അപ്പോൾ വൈഫിന് ഒരു ഇൻഫർമേഷനും ഇല്ല. ഹസ്ബൻഡിൻ്റെ ഒരു ഇൻഫർമേഷനും വൈഫിനില്ല, എസ്പെഷ്യലി ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്. അദ്ദേഹം ഐഫോൺ പാസ്വേഡ് എല്ലാ മാസവും മാറ്റും. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഫോൺ ലോക്കാണ് 1 വർഷമായിട്ട്. അദ്ദേഹത്തിന് ഹ്യൂജ് അസറ്റ് പോർട്ട്ഫോളിയോ US-ലുണ്ട്. അപ്പോൾ വൈഫിന് ഒരു ആക്സസും ഇല്ല. 2 വർഷമായിട്ട് അവരിപ്പോൾ നാട്ടിലൂടെ കൊച്ചിയിൽ സെറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവരെ അറിയാനും ശ്രമിച്ചിട്ടില്ല. അല്ല, അറിയാൻ പറ്റില്ലല്ലോ പ്രാക്ടിക്കലി. കാരണം ഒരു വ്യക്തിക്ക് അറിയുന്ന ഇൻഫർമേഷൻ വേറൊരാൾക്ക് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. അല്ല, പറയാത്തിടത്തോളം അറിയില്ല. ഇരിക്കുന്ന സമയത്തെ പറഞ്ഞിട്ടില്ല, അല്ല അന്വേഷിക്കില്ല. ബേസിക്കലി നമ്മൾ ഈ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് തന്നെ വന്ന് പറയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, ഈ ഫിനാൻഷ്യൽ ബാങ്കിന്റെ പാസ്വേഡ് ഇതാണ്, എൻ്റെ സ്വത്ത് ഇതാണ്. ഇപ്പോൾ വൈഫ് നോർമൽ ഇതൊക്കെ ഇപ്പം എന്തിനാ പറയുന്നത് പറയും. കറക്റ്റ് അല്ലേ? എല്ലാവരും പറയും ഇതെന്തിനാ. അപ്പം ഈ ഒരു വിഷയം സംസാരിക്കുമ്പം ആൾക്കാർ കണക്ട് ചെയ്യുന്ന ഡെത്തുമായിട്ടാണ്, ഒരു മരണമായിട്ട് കണക്ട് ചെയ്യുന്നത്. അത് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. ഇപ്പം ഒരു അച്ഛനുണ്ട്, അച്ഛന് 3 മക്കളുണ്ട്. അതിലേതെങ്കിലും ഒരു മകൻ വന്നിട്ട് ഈ പറഞ്ഞ വില്ല് സക്സഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അച്ഛനെന്താ പറയാ, ഞാൻ മരിക്കാൻ കാക്കുവാണോ, ഞാൻ മരിക്കാൻ കാക്കുവാണോ അല്ലെ? അച്ഛനായിട്ട് മക്കളോട് പറയുമ്പോൾ മക്കള് എന്താ പറയാ, അച്ഛനോട് പറയാ ഇതെന്തിനാ ഇപ്പൊ പറയുന്നത്. നമ്മൾ കോർപ്പറേറ്റിൽ നോമിനി PF-ന് വെക്കൂന്ന് പറയും. അതല്ലെങ്കിൽ വലിയ പുലിവാല നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. ഈ ഒരു കാര്യമല്ലേ നോമിനി എന്ന് പറയുന്നത്, അതൊരു വലിയൊരു ഇൻഫർമേഷൻ ആണ്. സാധാരണ ജനങ്ങൾ അറിയേണ്ടത്, എല്ലാവരുടെയും വിചാരം സക്സഷൻ എന്ന് പറയുന്നത് നോമിനേഷനാണ്. ഞാൻ ബാങ്കിന്റെ ഡെപ്പോസിറ്റിൽ നോമിനിയായിട്ട് ഇടും, അപ്പം വൈഫിന് കിട്ടും, മൂത്ത മകൾക്ക് കിട്ടും, അങ്ങനെ നോമിനി അങ്ങനെ ലോക. നോമിനി ഈസ് നോട്ട് എ ലീഗൽ. നോമിനി ഈസ് നോട്ട് എ ലീഗൽ. നോമിനി ഈസ് ബേസിക്കലി കെയർ ടേക്കർ. ഒരു പവർ ഓഫ് അറ്റോർണി പോലെ വന്നിട്ട് നമ്മുടെ മരണശേഷം ട്രസ്റ്റി ആയിട്ട് നമ്മുടെ ഈ എമൗണ്ട് ബാങ്കിൽ നിന്ന് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോർഷൻ എടുക്കാം, മറ്റുള്ള ലീഗലറിന് അതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് നോമിനി എന്നത് സുപ്രീം കോടതി പറയുന്നത് നോമിനി ഷുഡ് നോട്ട് പോക്കറ്റ് ദ മണി എന്നാണ്. അതുകൊണ്ട് യു ഷുഡ് നോട്ട് പോക്കറ്റ് ദ മണി. പിന്നെ വെറുതെ ഒരു പേരിന് അല്ല, എസ്പെഷ്യലി ഇന്ത്യയിലെ ഏത് അസറ്റ്സിനും നോമിനേഷൻ വെച്ചാൽ പ്രാബല്യത്തിൽ വരില്ല, എക്സെപ്റ്റ് ലൈഫ് ഇൻഷുറൻസ്, LIC. ആൻഡ് ലൈഫ് ഇൻഷുറൻസിൽ നമ്മുടെ ലൈഫ് പോളിസിയിൽ വന്നിട്ട് നോമിനേഷൻ ആരെയാണോ വെക്കുന്നത് അവരാണ് ബെനിഫിഷ്യൽ ഓണർ. അതേപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ബാക്കി നോർമലി ബാങ്ക് ഡെപ്പോസിറ്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇന്ത്യയിൽ 2 ലക്ഷം കോടിയാണ് അൺക്ലെയിംഡ് മണി. 67,000 കോടിയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. നോമിനി ഈസ് നോട്ട് അവെയർ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെയും അച്ഛൻ്റെയും പേരിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് ഉണ്ട് എന്നുള്ള ഒരു വിശേഷം ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ഈ പൈസ ജസ്റ്റ് ലൈക്ക് അൺക്ലെയിംഡ് ആഫ്റ്റർ 10 years ദിസ് മണി വിൽ ഗോ ബാക്ക് ടു ദ ഗവൺമെന്റ്. ഞാൻ പറഞ്ഞത് 67,000 കോടി കഴിഞ്ഞ് 10 വർഷത്തെ കണക്ക് കേട്ടോ, മുന്നേ നമ്മുടെ കയ്യിൽ കണക്കില്ല, അത് ഗവൺമെന്റിന് പോയി. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ബാങ്കിൽ ഒരു FD ഇടുന്നു. ഇപ്പം കുറച്ച് പുതിയ ഫസ്റ്റ് ജനറേഷൻ ബാങ്കുകളൊക്കെ എടുക്കുന്നുണ്ട്. ബാങ്ക് കളക്ട് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ നിന്ന് നെയിം ഓഫ് ദ നോമിനി, റിലേഷൻഷിപ്പ് ഓഫ് ദ നോമിനി. ഒരിക്കലും ഒരു ഇമെയിൽ ID യോ ഫോൺ നമ്പറോ വാങ്ങിക്കുന്നില്ല. വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു, ഒരു ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഡ്യൂ ആയി മിസ്സായി, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അവർ റിമൈൻഡ് ചെയ്യൂലേ, അടച്ചോ അല്ലെ? അത് അടയ്ക്കുന്നതിന് 5 ദിവസം റിമൈൻഡ് ചെയ്യും. ഏതെങ്കിലും FD മെച്ചൂർ ആയിട്ട് ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് FD മെച്ചൂർ ആയി വന്ന് വാങ്ങിച്ചോന്ന്? ഇല്ല. ആരോടെ വിളിച്ചു പറയാനാ അല്ലേ? നോബഡി ഇൻഫോം റൈറ്റ് അല്ലേ? സോ അപ്പം ഈ നോമിനേഷൻ എന്നത് സാധാരണ, ഞാൻ എപ്പോഴും പറയും, ഈ ഇന്ത്യയിലുള്ള ചില നിയമങ്ങൾ നമ്മൾ സ്കൂൾ തലത്തിൽ ആരും പഠിക്കുന്നില്ല. ഇൻകം ടാക്സ് ലോ അല്ലെ റെഗുലേറ്ററി ലോ. എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ ആവണല്ലോ, അപ്പൊ പിന്നെ ഇതിനൊന്നും പഠിക്കാൻ നേരില്ല. ഇതൊക്കെ വളരെ ബേസിക് ഡീറ്റെയിൽസ് അല്ലേ? നമ്മൾ ഉണ്ടാക്കിയ ഒരു വെൽത്ത്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വെൽത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഡിയർ വൺസിന് പോകുമെന്ന്, പക്ഷെ സത്യം അതല്ല. ഗോയിങ് ബാക്ക് ടു യുവർ കേസ് സ്റ്റഡി, ആ ലേഡിക്ക് എങ്ങനെയായിരിക്കും ഈ ഇൻഫർമേഷൻ? ഞാൻ അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മളെ വെൻ ദേ കൺസൾട്ടഡ് us, we went there. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഈസ് നോട്ട് എൻ അൺസൗണ്ട് മൈൻഡ്, ഈസ് ആക്ച്വലി ഇൻ അൺസൗണ്ട് മൈൻഡ്. അപ്പോൾ ഒരാളുടെ ബോധമില്ലാത്ത ഒരാൾ വില്ല് എഴുതാൻ പറ്റില്ല. അപ്പോൾ ടെക്നിക്കലി ആളെന്താ സംഭവിച്ചത്? ഇൻകപ്പാസിറ്റേറ്റ് ടു റൈറ്റ് എ വിൽ.
അയാൾക്ക് വില്ല് എഴുതാൻ ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും എപ്പോൾ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വേറൊരു ക്ലയൻറ്റ് വില്ല് എഴുതാം എന്ന് പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് പിന്നെയും സ്റ്റോക്കായിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ ഫോം സൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആൾ ആദ്യം ആലോചിച്ചത് അഡ്മിഷൻ ഫോം സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ശ്രീത്ത് ഇത്രയും കാലമായിട്ട് പറഞ്ഞിട്ട് വില്ലെഴുത് എന്നെ കൊണ്ട് ഒപ്പിടാൻ പറ്റുന്നില്ല. ബില്ല് എഴുതാനും നമുക്ക് ബുദ്ധി ഉണ്ടായിരിക്കണം, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, നമ്മുടെ ഫാമിലി ലെവലിൽ എല്ലാവരെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം, ആർക്ക് എന്ത് കൊടുക്കണം എനിക്ക് നല്ല ബോധം ഉണ്ടായിരിക്കണം, എന്നാലും മാത്രമേ ബില്ല് വാലിഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കണം ചിലപ്പോൾ അച്ഛന് സുഖമില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്തോ ബില്ല് മാറ്റി എഴുതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കേസുകൾ. ബില്ല് അങ്ങനെ സുഖമില്ല എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ് സുഖം. ഹെൽത്ത് ഇപ്പൊ പനി വന്നു അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല, മെന്റൽ സ്റ്റേറ്റ് ഇല്ലെങ്കിൽ കാരണം വില്ല് എന്നൊരു ഡോക്യുമെന്റ് കോടതി പോയാൽ പ്രൊബേറ്റ് ചെയ്താൽ മാത്രമേ വില്ലാകത്തുള്ളൂ. അതായത് നോർമലി വില്ല് എഴുതി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണ ഞാൻ വില്ല് എഴുതി അപ്പോൾ ഇനി എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ഫാമിലിക്ക് പോയി എന്നല്ല. വില്ല് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് കയറി കളയാം. വി ക്യാൻ ക്യാൻസൽ, വി ക്യാൻ അമെൻഡ്. അപ്പോൾ വില്ലിൽ എഴുതുന്ന എന്താണോ അത് നമ്മുടെ ഫാമിലിയിലേക്ക് പോകും എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വില്ലും കോടതി പോയിട്ട് ആൾക്കാർ ചാലഞ്ച് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു അച്ഛനുണ്ട്, അപ്പോൾ അങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സ്ട്രോങ് ഡോക്യുമെന്റ്? അല്ല, വില്ലാണ് ഡോക്യുമെന്റ്. ആകെ ചാലഞ്ച് ചെയ്യുന്നത് എന്താണ്? 2 മക്കൾ, അതിൽ ഒരാൾ പറയും ഇത് അച്ഛൻ എഴുതിയ വില്ലല്ല, അതാണ് കഴിഞ്ഞോ. അപ്പൊ മറ്റേ മകൻ പറയണം ഇത് അച്ഛൻ എഴുതിയ വില്ലാണ്. അപ്പൊ വിറ്റ്നസ് വരണം, വിറ്റ്നസ് വന്നിട്ട് പറയണം അദ്ദേഹം എഴുതിയത് ഞാൻ കണ്ടു. 2 വിറ്റ്നസ് വേണം. ആ വിറ്റ്നസ് ആണ് പ്രൂവ് ചെയ്യുന്നത് ഇദ്ദേഹം വില്ല് എഴുതിയത് ഞങ്ങൾ കണ്ടു. അപ്പോൾ അതൊക്കെ ആ വിറ്റ്നസിനെ നമുക്ക് വേണേൽ കയ്യിലെടുത്തൂടെ? ചില വിറ്റ്നസ് മരിച്ചിട്ടുണ്ടെങ്കിൽ അതാ ബെസ്റ്റ്. ആ വില്ല് എഴുതിയ ആൾ ഉണ്ടാവണമെന്നുണ്ടോ? വില്ല് ഓൾവേസ് ക്യാൻ ബി ചാലഞ്ച്. കാശില്ലാതിരിക്കാൻ നല്ലതല്ലേ? അല്ല, വില്ല് എഴുതേണ്ട രീതി അറിയണം, അതാണ്. വില്ല് എഴുതാന്ന് പറഞ്ഞാൽ നോർമലി വില്ല് എഴുതുന്ന രീതിയിലാണ് മിസ്റ്റേക്ക്, ആ പ്രോസസ്സിലാണ് പ്രശ്നം. ആൾക്കാർ ആ പ്രോസസ്സിനെയാണ് ചലഞ്ച് ചെയ്തത്. വില്ലിന്റെ കണ്ടിന് ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. വില്ലിന്റെ കണ്ടിന് ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. സാർ പറഞ്ഞല്ലോ നേരത്തെ വെച്ചെങ്കിൽ ഏറ്റവും അധികം സ്ത്രീകൾക്കാണ് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു 3-4 പോയിന്റ്സ് നമുക്ക് ആൾക്കാർ ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ ദൈവമേ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു 4 സാധനം പറയാൻ പറ്റും. പറയാം. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 വൈഫിനെ നോക്കിക്കോളൂ, ഇമാജിൻ. ഓക്കെ, നമുക്ക് തൽക്കാലം ഒരു ഹിന്ദു വൈഫിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹിന്ദു വൈഫിന്റെ ഹസ്ബൻഡ് മരിക്കുന്നു. ഓക്കെ, പാരൻസ് ഉണ്ട്, മക്കളുണ്ട്, അല്ലെ, വൈഫും ഉണ്ട്. അപ്പൊ ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടി ഈക്വലി ഇൻഡിപെൻഡന്റ് കപ്പാസിറ്റിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അമ്മയ്ക്കും വൈഫിനും മക്കൾക്കും ഈക്വൽ കപ്പാസിറ്റിയാണ്. അമ്മയും വൈഫും ഈക്വൽ കപ്പാസിറ്റിയാണ്. അപ്പൊ നന്നായി പെരുമാറിയ വളരെ നന്നായി. അത് അമ്മയമ്മയും മരുമകളും ഈക്വൽ കപ്പാസിറ്റിയാണ് ഓൺ എ ഫിനാൻഷ്യൽ സൈഡ്. നോബഡി ക്യാൻ ചാലഞ്ച് ലീഗലി, കാരണം വില്ല് എഴുതിയില്ലല്ലോ, അദ്ദേഹം വില്ല് എഴുതിയില്ല. ഇനി ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ മക്കളില്ല. ഈ പറയുന്ന ഹിന്ദു ഫാമിലി മക്കളില്ല, അമ്മയ്ക്കും വൈഫിനും ഈക്വൽ കപ്പാസിറ്റിയാണ്. അത് ഓക്കെ. ഇൻ കേസ് നോട്ട് ഫോർ ബ്രദേഴ്സ്, അമ്മ ഇല്ലാത്ത സാഹചര്യത്തിലും കംപ്ലീറ്റ്ലി വൈഫിനാണ്. ഹിന്ദു ഫാമിലിക്ക് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100% ഓഫ് ഹസ്ബൻഡ്സിന്റെ പ്രോപ്പർട്ടി പോകുന്നത് വൈഫിനാണ്. പക്ഷെ ക്രിസ്ത്യൻസിന് മുസ്ലിമിന് അങ്ങനെയല്ല, ചേഞ്ച് ഉണ്ട്. ക്രിസ്ത്യൻസിന്റെ വൈഫിന് പോകുന്നത് ആകെ 50%. ഓക്കെ, മറ്റേ മുസ്ലിംസിന്റെ വൈഫിന് പോകുന്നത് 25%. 100% പോകില്ല. ബാക്കി അച്ഛനുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ അച്ഛനുണ്ട്, അച്ഛന് പോകും. അച്ഛനില്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സിന് പോകും. നമ്മുടെ കേസിൽ സിബ്ലിങ്സിന് വരുന്ന സാഹചര്യം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫും ഇല്ല, അമ്മയും ഇല്ല. ഹിന്ദുവിന്റെ കേസ് വൈഫും ഇല്ല, അമ്മയും ഇല്ല, മക്കളും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഫാദറും സിബ്ലിങ്സ് ഒക്കെ വരും. ഹസ്ബൻഡിന്റെ കേസ്. ഇതിൽ തന്നെ ഞാനൊരു വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിന്ദുവിന്റെ ഒരു കേസ് പറയാം. അത് എല്ലാ ഹിന്ദു ഫീമെയിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷൻസ് ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ഉണ്ടാവും. അസ്യൂം നിങ്ങളൊരു ബില്ല് എഴുതിയില്ല. ഓക്കെ, ഇൻ കേസ് യു ഡോണ്ട് ഹാവ് എ ചിൽഡ്രൻ. ഓക്കെ, കുട്ടികളില്ല. അപ്പോൾ ടെക്നിക്കലി നിങ്ങളുടെ എൻറ്റയർ അസറ്റ് പോകുന്നത് ആർക്കാണെന്നറിയോ? ഹസ്ബൻഡിന്റെ ലീഗൽ എയറിനാണ്. മേ ബി നിങ്ങളുടെ പാരൻസ് ചിലപ്പം നിങ്ങളിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കാം. അപ്പോഴും അത് പോകുന്നത് കിട്ടില്ല. ലേഡീസിന്റെ അച്ഛനമ്മയും കിട്ടില്ല. അവരാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ നോളജ് ആയി ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, വാട്ട് എവർ യു ഏൺ ഇറ്റ് ഇൻ യുവർ ലൈഫ് വന്നിട്ട് പോകുന്നത് ഹസ്ബൻഡിന്റെ ലീഗൽ എയറിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് യു ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ഫാദർ ഡ്യൂറിങ് മാരേജ് അല്ലെങ്കിൽ ഗിഫ്റ്റ്, അത് മാത്രം അച്ഛന് പോകും.
അത് മാത്രം അച്ഛൻ്റെ ഫാമിലിയിലേക്ക് പോകും. അച്ഛനും അമ്മയും ഉണ്ടാവും, അമ്മയിൽ നിന്ന് കിട്ടിയായിരിക്കാം, അച്ഛനിൽ നിന്ന് കിട്ടിയായിരിക്കാം ആ ലേഡിക്ക് തിരിച്ചു പോകുന്നത് അവരുടെ അച്ഛനിലേക്ക്. എന്താണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അല്ലേ? സത്യം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സിമ്പത്തിക്കും സെന്റിമെന്റ്സിനും നിയമത്തിൽ റോളില്ലാന്ന്. അപ്പോൾ ഈ നിയമം ജനങ്ങൾക്കുള്ളതേ അല്ല. സോ വെൻ ദേ ഡ്രാഫ്റ്റഡ് എ ലോ, അന്ന് ലോ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു ലേഡി സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊന്ന് ഒരു മുന്നോട്ട് ചിന്ത, ഒരു ചേഞ്ചിങ് അതിന് അൺഫോർച്ചുനേറ്റ്ലി ആ നിയമം ഇപ്പോഴും മാറിയിട്ടില്ല. സോ ഐ തിങ്ക് പക്ഷേ അവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് കോടതി എന്താ പറയുന്നത് പറഞ്ഞാൽ ലോ ഈസ് ഗിവിംഗ് എ പെർമിഷൻ ടു റൈറ്റ് എ വിൽ. യു ഡിഡ്ന്റ് റൈറ്റ് എ വിൽ. വില്ല് എഴുതാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ? ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി യുവർ ഫ്രീഡം. യു ക്യാൻ റൈറ്റ് എ വിൽ ടു എനിവൺ എൽസ്. നാളെ തൊട്ട് എല്ലാവരും ഇത് എഴുതും. ബിക്കോസ് അതായത് ഇത് സക്സഷൻ ഈ പറഞ്ഞ വില്ല് ട്രസ്റ്റ് കമ്പൽസറി. ഇറ്റ് ഈസ് നോട്ട് LIC പോളിസി എടുക്കുന്ന ഓപ്ഷൻ അല്ല, ഇറ്റ് ഈസ് എ മാൻഡേറ്ററി. എല്ലാവരും ചെയ്യണം. ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഡീൽ ചെയ്യും. ഇപ്പോൾ വേറൊരു ക്രിസ്ത്യൻ ഫാമിലിയുടെ ഒരു കഥ പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ ഹിന്ദു കപ്പിൾസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് സ്വത്തുണ്ട്, ആ വൈഫ് ഉണ്ടല്ലോ അവരുടെ സിസ്റ്ററിന്റെ മക്കൾക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ കൊടുക്കാൻ പറ്റില്ല, ഹസ്ബൻഡിന്റെ പ്രോപ്പർട്ടിയാണ്, ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റില്ല. ആള് മെന്റലി സ്റ്റേറ്റിലല്ല ഉള്ളത്. അപ്പൊ ടെക്നിക്കലി അതൊരു കംപ്ലീറ്റ് ഐസൊലേറ്റഡ് പ്രോപ്പർട്ടി ആയിട്ട് മാറി, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വൈഫിന് 100% കിട്ടും. ഓക്കെ, ആ 100% കിട്ടുമ്പോൾ മാത്രമേ ആൾക്കത് എഴുതാൻ പറ്റും. പക്ഷെ വൈഫിന് സോ ഡൗട്ട്ഫുൾ, ആള് പറയുന്നത് അദ്ദേഹത്തിന് മുമ്പ് ചിലപ്പോൾ ഞാൻ പോകുന്നു. ആൾക്ക് ഡൗട്ട്, കാരണം ആൾ അതിൽ സിക്കാണ്. പക്ഷെ ഹസ്ബൻഡ് ഹെൽത്തി വൈസ് ഫിറ്റ് ആണ്, മൈൻഡ് സെറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷെ ആള് ചിലപ്പോൾ സർവൈവ് ചെയ്യും. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇപ്പൊ ഞാനിപ്പോൾ റീസെന്റ് വന്നത് നമ്മൾ തൃശ്ശൂരിലെ ഒരു ക്ലയന്റ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ ഫാമിലി, അവര് മക്കളില്ല, അറ്റ്ലീസ്റ്റ് ഒരു 3-4 പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളില്ലാത്ത നോർമൽ ഫാമിലി എങ്ങനെയാണ്? ഐസൊലേറ്റഡ് ആയിരിക്കും. കുറച്ച് ഇൻസെക്യൂരിറ്റി ഫീൽ വരുമ്പോൾ അവരെപ്പോഴും അവരുടെ ഫാമിലിന്നൊക്കെ മാറി നിൽക്കുന്നത്. കാരണം അവർ മറ്റുള്ള കുട്ടികൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് ഇമോഷണലി ആവുന്നതുകൊണ്ട് അവർ കൂടുതൽ മാറി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ ഇവർ ഒരു 10-20 വർഷം ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. വൈഫിന് ഐഡിയലി 100% കിട്ടേണ്ടതല്ലേ? ഷീ ഗെറ്റ് ഓൺലി 50%. ബാലൻസ് കിട്ടണമെങ്കിൽ ഇതിന്റെ ചാലഞ്ച് എവിടെയെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ പോയി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. NOC വേണം, സിബ്ലിങ്സിന്റെ NOC വേണം ഹസ്ബൻഡിന്റെ. ഇവരുമായിട്ട് 20 വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ല സിബ്ലിങ്സിന്. പിന്നെ സിബ്ലിങ്സ് ശരിക്കും പറയാ ഇത് ഒരു വിൻഫോൾ ആണ്. വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കുറെ പൈസ വരും. അവർക്ക് സുപ്രഭാതത്തിൽ എന്തായാലും ഒരു വിരോധാഭാസമാണ്. സത്യം. പക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ഇങ്ങനത്തെ ഡിസ്പ്യൂട്ട്സ് ഉള്ള അല്ലെങ്കിൽ ഈ അൺറിക്കവേർഡ് മണി ഉള്ള സ്ഥലം, ജില്ല അങ്ങനെ ഡിസ്പ്യൂട്ട്, ഫാമിലി ഡിസ്പ്യൂട്ട് അക്രോസ് ഇന്ത്യ. ഞാൻ കേട്ടു എത്രയോ കൊണ്ട് ലക്ഷം കേസുകളാണ്. അത് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫണ്ണി പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ ആ ഒരു സമയത്ത് ഈ ഇത് ചെയ്യുമല്ലോ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമല്ലോ. ഈ അദ്ദേഹത്തിന് 70 വയസ്സിൽ അദ്ദേഹത്തിന് 3 മക്കളുണ്ടാവും. 3 മക്കൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന സമയത്ത് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് പെർഫോമൻസ് അപ്രൈസൽ. അതാണ് പ്രശ്നം. അദ്ദേഹം പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുമ്പം ആൾ നോക്കും, ഇവൻ എഞ്ചിനീയറായി, അവനെ നല്ലോണം സെറ്റിലായി, ഇവൻ തിരിഞ്ഞ കളിയാണ്, ഇവനൊന്നുമില്ല. അപ്പം നോർമലി കൊടുക്കുമ്പോൾ അവനാണ് കൊടുക്കാൻ, കാരണം അവൻ സെറ്റിലായി, അവനാവുമ്പോൾ ഓട്ടോമാറ്റിക് അവന്റെ കല്യാണം കഴിച്ച ഫാമിലിയൊക്കെ നന്നായി, ഇവനാണെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഐഡിയലി ഒരു ഫാമിലിയിൽ വരുന്ന സമയത്ത് ഇൻഹെറിറ്റൻസിൽ ഫാദർ ഏറ്റവും കഴിവില്ലാത്ത മക്കൾക്ക് കൂടുതൽ കൊടുക്കും ഇല്ലേ? കഴിവില്ലാത്ത മക്കൾക്കാണ് കൂടുതൽ കൊടുക്കുന്നത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ ബോണസ് കിട്ടും. യു ഗെറ്റ് ആൻ ഐഡിയ അബൌട്ട് HR പഠനം. അപ്പോൾ ഇദ്ദേഹം ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുമ്പം ഇദ്ദേഹത്തിന് ഇത് വില്ല് എഴുതാൻ പറ്റില്ല. കാരണം മെന്റലി നമുക്ക് അച്ഛനെ, കാരണം എന്താന്ന് പറഞ്ഞാൽ മക്കൾക്ക് അങ്ങനെയല്ലല്ലോ, മക്കൾക്ക് ഒരു അച്ഛനേ ഉള്ളൂ, അച്ഛന് 3 മക്കളുണ്ട്. കോമഡി അതാ, 3 മക്കൾക്ക് ഒരു അച്ഛനേ ഉള്ളൂ. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താണ്? സോ അൺഫെയർ അല്ലേ? ഈ സോ അൺഫെയർ അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും അടിപിടികൾ നടക്കുന്നത്. അപ്പൊ അൺഫെയർ ബേസിക്കലി എക്സ്പെക്ടേഷനും റിയാലിറ്റിയും മാച്ച് ആവാത്തതുകൊണ്ടാണ് കോടതി പോകുന്നത്. അപ്പൊ ഇതിൽ പെമ്മക്കളുണ്ടെങ്കിൽ തന്നെ പ്രശ്നം. പെർഫോമൻസ് അപ്രൈസലിൽ പെമ്പിളർക്കും അപാതകമാണ്. ഇന്ത്യയിൽ ഹിന്ദു ക്രിസ്ത്യൻസ് ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസമില്ല, ഈക്വലാ. മുസ്ലിംസിന് മാത്രമേ റേഷ്യോ മാറുന്നുള്ളൂ. അതും എസ്പെഷ്യലി ഞാനൊരു മുസ്ലിംസിന്റെ ഒരു ഇത് പറയാം. ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ മാത്രമുള്ള മുസ്ലിംസ് ഫാമിലിയിൽ അവർക്ക് മുഴുവനും പ്രോപ്പർട്ടി കിട്ടില്ല, അവർക്ക് 2/3 കിട്ടുള്ളൂ. വൈഫിന് മറ്റേ 12.5% കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കി പോകുന്നത് ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സിനാണ്. അപ്പം നോർമലി ചിലപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്യുന്നു.
സ്വന്തം വൈഫിനെ ഡൈവേഴ്സ് ചെയ്തിട്ട് പിന്നെയും കല്യാണം കഴിക്കുക സ്പെഷ്യൽ മാരേജ് ആക്ടിൽ. മൈ ഗോഡ്. ഞാൻ പറയും ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമുക്ക് അതർ വേസ് ട്രസ്റ്റ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആക്ടേഴ്സിനോ അല്ലെങ്കിൽ സ്പോർട്സ് ആൾക്കാർക്കൊക്കെ ഷെൽ ലൈഫ് ഭയങ്കര കുറവാണ്. അല്ല ഷെൽ ലൈഫ് ഉണ്ടാവും, പക്ഷെ എന്നാലും അങ്ങനത്തെ ഇൻഡിവിജ്വൽസിന് വേണ്ടി ഹൗ ഡു യു ഹാൻഡിൽ ദം? നോർമലി ഇഫ് യു സീ സെലിബ്രിറ്റീസിന്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. ഓക്കെ, വെരി ഫ്യൂ. മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും ആവില്ലല്ലോ. വെരി ഫ്യൂ വിൽ ഹാവ് എ ലൈഫ് സ്പാൻ ഓഫ് മോർ ദാൻ 30-40 years. നോർമലി ആ 5-10 yearsന്റെ ആ ഒരു ഗ്യാപ്പിലാണ് അവരുടെ ആ ഒരു പീക്ക് പീരീഡ്. ആ പീക്ക് പീരീഡിൽ വാട്ട് എവർ ദേ ഏൺ അവർക്ക് നോർമലി അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാറില്ല. ആ വെൽത്ത് അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീടുള്ള സ്പാൻ ഓഫ് ടൈമിൽ ആ വെൽത്ത് ഇങ്ങനെ ഡിപ്രിഷിയേറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, കാരണം നോർമലി അത് പ്രൊട്ടക്റ്റഡ് അല്ല. ഇൻ കേസ് ഡ്യൂറിങ് ദ ജേർണി നോർമലി നമ്മൾ കാണുന്നത് പലപ്പോഴും ആ പീക്കിൽ ആൾക്കാർ റിസ്ക് എടുക്കും. ദേ ടേക്ക് എ ഹ്യൂജ് റിസ്ക്. ആ റിസ്കിൽ ചിലപ്പം പോകുന്നത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ മുഴുവനും വൈപ്പ് ഓഫ് അല്ലേ? ഒരുപാട് സിനാരിയോ ഇഷ്ടം പോലെ എനിക്ക് ഒരുപാട് സിനാരിയോസ്. അപ്പോൾ നോർമലി ഐ ഓൾവേസ് കൺസൾട്ട് യു പ്രൊട്ടക്ട് ദാറ്റ് അസെറ്റ് ഫോർ ദ ഫാമിലി. അത്യാവശ്യം അതെങ്കിലും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് നമ്മൾ കാറിന് എന്തിനാ ബ്രേക്ക്? നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഓടിക്കുന്നത്, സ്പീഡ് ഓടിക്കുന്നത്. ബ്രേക്കില്ലാത്ത കാർ സ്പീഡ് ഓടിച്ച് എങ്ങനെ ഉണ്ടാവും? അപ്പം ഞാൻ പറയുന്നത് യു പുട്ട് യുവർ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു വില്ല് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് എ സർട്ടൻ അസെറ്റ് ഒരു പ്രൊട്ടക്ട് ചെയ്യും. യു ആർ പ്രൊട്ടക്റ്റഡ്, യുവർ ഫാമിലി ഈസ് പ്രൊട്ടക്റ്റഡ്, അവരുടെ അടുത്ത ജനറേഷൻ ഈസ് പ്രൊട്ടക്റ്റഡ്. അതിനുശേഷം നിങ്ങൾ റിസ്ക് എടുക്കും. കാര്യം നാളെ എന്തെങ്കിലും ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി ആരും തൊടില്ല, ആർക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലീഗലി എൻ്റെ എല്ലാ ഓണർഷിപ്പ് ട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ A's property giving to B for the benefit of C. So is it the case for this HNIs, high net worth individuals? Ideally, yes. എല്ലാവരും നമ്മൾ കേരളത്തിലും ഈ ഒരു സൗത്ത് ഇന്ത്യയിലാണ് ഇതിന്റെ ഒരു അവയർനെസ് കുറവ്. യു സീ ദ നോർത്ത് സൈഡ് ഇപ്പോൾ IPO-നൊക്കെ പോകുന്ന സമയത്ത്, അതായത് പബ്ലിക് ലിസ്റ്റിംഗിനൊക്കെ പോകുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ മുഴുവൻ അവർ ട്രസ്റ്റിലാണ്. ടാറ്റാ സൺസ് ഇത് വളരെ പെർഫെക്റ്റ്ലി എക്സാമ്പിൾ ആണല്ലോ. അപ്പം നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് ഈ ട്രസ്റ്റ് ഒക്കെ വന്നിട്ട് വലിയ കാശുകാർ മാത്രം ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള ഒരു നെഗറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഒരുപാട് പൈസക്കാർ മാത്രം ചെയ്യുന്ന പരിപാടിയാണ് ഈ ട്രസ്റ്റ്. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ചെയ്യണം. സി 50 കോടിയും 500 കോടിയും 5 കോടിയും എല്ലാവർക്കും ആ വാല്യൂ ഈക്വലാണ്. 5 കോടിയുള്ളവനും ആ 5 കോടി വളരെ റെലവെന്റ് ആണ്. അത് എങ്ങനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്, ഫാമിലിക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പർപ്പസ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെച്ചെങ്കിൽ ഈ ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ കൂടിയും അവരുടെ മക്കളെ ഒന്നും ഒരു സീറ്റ് അറ്റ് ദ ടേബിൾ ഇല്ല അവർക്ക്. അപ്പം നമ്മൾ നോർമലി ഒരുപാട് ഈ ബിസിനസ് കൺസൾട്ടേഷൻ ചെയ്യുമ്പം ഈ ഫസ്റ്റ് ലെവൽ ജനറേഷനിലാണ് ഇവർ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് ജനറേഷൻ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നോർമലി അതിന് ലിമിറ്റഡ് ആക്സസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് ലിമിറ്റഡ് ആക്സസ് കൊടുക്കുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല, ഫ്രീഡം ഉണ്ടാവില്ല, ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല. അപ്പം നോർമലി അത് ബിസിനസ് സൈഡ് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, കോൺസെപ്റ്റ് വെച്ച് ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും മക്കൾക്ക് ഒന്നും കൊടുക്കരുത്. ഓക്കെ, ഡ്യൂറിങ് യുവർ ലൈഫ് ടൈം ദാറ്റ് അറൗണ്ട് 20 to 40 ഇയറിൽ ഒന്നും കൊടുക്കാൻ പാടില്ല. 20 to 40 കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അറ്റ് ദ ഏജ് ഓഫ് 40 ഓൺലി എ പേഴ്സൺ റിയലൈസ് വന്നിട്ട് ഹു ഈസ് ഹി, അയാൾ ആരാണെന്നും അയാളുടെ കോമ്പിറ്റൻസി എന്താണെന്നും അയാളുടെ സ്കിൽ എന്താണെന്നും അയാൾക്ക് ആ കോൺഫിഡൻസ് ഒരു 40 വയസ്സിലാണ്. ആ 40 വയസ്സിലാണ് മനസ്സിലാവുക നൗ ഐ ആം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്. അതാണ് ഒരു കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഇടുന്ന എഫേർട്ടൊക്കെ ആ 25 to 35 നമ്മൾ ഇടുന്ന എഫേർട്ട്, അത് വെച്ചിട്ടാണ് നമുക്കൊരു സ്കില്ലാവുന്നത്. ആ സ്കില്ലിലാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. ആ 40 നമുക്ക് കോൺഫിഡൻസ് വന്നിട്ട് പറയാൻ പറ്റും ഐ ഡോണ്ട് നീഡ് എനി സപ്പോർട്ട്, ഐ വിൽ ഹാൻഡിൽ മൈസെൽഫ്. അപ്പോൾ ആ 40 എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മെച്യൂർ ആവും. ഒന്ന് സെറ്റിൽഡ് മാരേജ് ആയിരിക്കും, കുട്ടികളും ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും, ദർ ഇസ് നോ ഫാമിലി ഡിസ്പ്യൂട്ട്, ഒരു ഇതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 40 വയസ്സ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. 40 യു ഹാവ് എ കൈൻഡ് ഓഫ് എ ഫാമിലി, വൈഫ്, മക്കൾ, കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. He also started seeing his son or daughter also kind of a കുറച്ചും കൂടി മെച്യൂർഡ്, അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ ആകുന്നു അല്ലേ. ആ ഒരു ഏജിൽ യു ഗിവ് എനിത്തിങ് ടു ദാറ്റ് പേഴ്സൺ, ഹി വിൽ റീറ്റെയിൻ ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ, അതേസമയത്ത് നിങ്ങൾ ആ 20 to 35 കൊടുക്കുക ഒരു സാധനം, ആദ്യം കച്ചവടം ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ആയിരിക്കും. ആദ്യം വിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം അവന് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത്. കാരണം ആൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഈ ക്യാപിറ്റൽ കൊണ്ട് വളരാം എന്നുള്ളതാണ്, സ്കില്ല് കൊണ്ട് വളരാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. സോ യു ഹാവ് സീൻ ലോട്ട് ഓഫ് ബിസിനസ് ആൾക്കാർ കേരളത്തിൽ ഇഷ്ടമാര്. അപ്പോൾ ഏറ്റവും അധികം പേരൊന്നും പറയണ്ട, പക്ഷേ ഏറ്റവും അധികം പ്രോബ്ലംസ് അല്ലെങ്കിൽ കോമൺ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഹ്യൂജ് ബിസിനസ് എന്തൊക്കെയായിരുന്നു യൂഷ്വലി ഇൻ കൈൻഡ്സ് ഓഫ് ഈ ഫാമിലി ഡിസ്പ്യൂട്ടിലോ അല്ലെങ്കിൽ വെൽത്ത് പ്ലാൻ? ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ സക്സഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന 100 വർഷത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും കമ്പനി ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൽ എത്ര കാണിക്കാൻ പറ്റും? മോർ ദാൻ 100 years ഓൾഡ് കമ്പനി. നമ്മൾ കാണുന്ന ഒരുവിധ പേര് പറയുന്നില്ല, ഞാൻ ഐ ഡു എല്ലാവരുമായിട്ട് നല്ലോണം കണക്റ്റഡ് ആണ്. ഈ പറയുന്ന എല്ലാവരുടെയും സെലിബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 30 years 40 years ആണ്.
എവറിബഡി സ്റ്റാർട്ടഡ് ദ ജേർണി ഇൻ സംവെയർ ഇൻ 90s. ഈ കാണുന്ന എല്ലാ ബ്രാൻഡുകൾ അല്ലേ 90s മുമ്പ് 80s പുറകിലുള്ള ഏത് കമ്പനി നിങ്ങൾക്ക് ഓർമ്മയില്ല ഇവിടെ കേരളത്തിൽ? ഇതെല്ലാം നിൽക്കുന്നതും അതേ സക്സഷൻ എഡ്ജിലാണ്. അടുത്ത ജനറേഷനിൽ ഇതെങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് വലിയ ചോദിച്ചില്ല. കാരണം നമ്മൾ കാണുന്നതൊക്കെ ഈ കമ്പനിയുടെ റെപ്രസെന്റ് ചെയ്യുന്ന വലിയ സീനിയർ മുഖങ്ങളാണ്. അതിന് തേടെയുള്ള മുഖങ്ങൾ ആരെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? വളരെ കുറച്ചേ കാണാറുള്ളൂ. വരും കാണുന്നില്ലല്ലോ. ഇവരെല്ലാവരും പല പല ബിസിനസ് കോൺക്ലേവിന് വരുന്നവരെല്ലാവരുടെയും ഏജും എബോ 60s 70s ആണ് ഈ പറയുന്ന കമ്പനിയുടെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം താഴെയുള്ള ഒരാളെയും നമുക്ക് പബ്ലിക് ഫിഗർ ആയിട്ട് കാണാനില്ല. ഒരാളും ലൈം ലൈറ്റിലില്ല. ആരും നമുക്ക് ആരെന്നൊന്നും അറിയത്തില്ല. ബാക്കിലുള്ള സിസ്റ്റം ഉണ്ടോന്നും നമുക്കറിയത്തില്ല അല്ലേ. കാരണം ഇവര് ഇപ്പോഴും ആ സെക്കൻഡ് ജനറേഷനെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. കാരണം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എല്ലാവരും ഇമ്മോർട്ടലാണ്. എത്ര ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ ശ്രീത്ത് പറയുമ്പോഴേ എത്രയോ ഒരു മണിക്കൂർ പറയും കേട്ടോ. അതെ, അല്ല ഞാൻ പറയുന്നത് എത്ര ഇൻഫർമേഷൻ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. പക്ഷെ താങ്കളുടെ ഈ കരിയറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും അധികം താങ്കളെ പഠിപ്പിച്ചൊരു കേസുണ്ടോ? പഠിപ്പിച്ച കേസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മുസ്ലിം ഫാമിലി. ഓക്കെ, അപ്പോൾ മുസ്ലിം ഫാമിലി എന്ന് പറയുമ്പം ഹ്യൂജ് പ്രോപ്പർട്ടി, അത്യാവശ്യം പ്രോപ്പർട്ടി ഉണ്ട്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഞാൻ വളരെ കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ പോരാ, അതായത് ഏൽപ്പിക്കാൻ അത്ര പോരാ മക്കള്. അത് പക്ഷെ ഞാൻ ഇത് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് മാനേജ് ചെയ്യാനുള്ള സ്കില്ലില്ല. കാരണം നോർമലി അങ്ങനെയാണല്ലോ അല്ലെ, അച്ഛനും മക്കളിൽ ഒരു വിശ്വാസക്കുറവ്. അല്ല, വിശ്വാസക്കുറവ് മാത്രമല്ല, കോമ്പിറ്റൻസി വേണമല്ലോ. കോമ്പിറ്റൻസി അച്ഛനല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ പറ്റുമോ? വേറെ ആർക്കും അറിയാൻ പറ്റുമോ? Even after performance also you don't expect everybody will like the smart, no? നമ്മുടെ അച്ഛന് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളും ഒരുപോലെ ആവോ? അപ്പൊ അങ്ങനെ how can you expect the son also behave like അച്ഛന് വേറെ മക്കളുണ്ട്, പക്ഷെ ആ മക്കൾക്ക് മാനേജറിയൽ സ്കിൽ ഉണ്ടാവും, പക്ഷെ ബിസിനസ്സിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല. കോമ്പിറ്റൻസി ഉണ്ടാവും. ബിസിനസ് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോമ്പിറ്റൻസി ഉണ്ടാവില്ല. രണ്ടാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തോന്നുന്നത് ഇത്രയും അസറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ എന്ത് ചെയ്യും അല്ലേ. ഞാൻ ഐ സജസ്റ്റ് സാർ യു കൻ തിങ്ക് അബൌട്ട് ട്രസ്റ്റ്. അപ്പൊ അദ്ദേഹത്തിന് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് മനസ്സിലുള്ളത്. നമ്മൾ ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തോളൂ. ആൾക്ക് അപ്പോഴാണ് പിക്ചർ കിട്ടിയത്. ഓക്കെ, വാട്ട് ഈസ് എ ട്രസ്റ്റ്? വി പുട്ട് ഓൾ ഈസ് പ്രോപ്പർട്ടി ഇൻ എ ട്രസ്റ്റ് മോഡൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് മാനേജ് ചെയ്യാൻ പ്രോപ്പർലി പ്രൊഫഷണൽ ബോഡിനെ ഉണ്ടാക്കി. നൗ ദ ഇൻകം ഈസ് ഗോയിങ് ടു ദ ഫാമിലി. അപ്പോൾ എന്താ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, സക്സഷനിലെ ഏറ്റവും വലിയ തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ നടത്തിയതുപോലെ തന്നെ എൻ്റെ മകനും നടത്തണം എന്നുള്ളതാണ്. It never happened. But the thing it is, my son should get the benefit. But control I should give to someone else. അല്ലേ, കൺട്രോളും മാനേജ്മെന്റും കൊടുത്തു കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ക്യാൻ ബി ബെനിഫിഷ്യറി. ചിലപ്പോൾ ആൾക്ക് മാനേജറിയൽ സ്കിൽ ഉണ്ടാവില്ല, കൺട്രോൾ ചെയ്യാൻ സ്കിൽ ഉണ്ടാവില്ല, പക്ഷെ ആൾ ക്യാൻ ബി ബെനിഫിഷ്യറി. സത്യം, ബെനിഫിഷ്യറിക്ക് പറ്റുമല്ലോ. നമുക്ക് കൊണ്ടുവന്നത് എപ്പോഴും ബെനിഫിറ്റ് ആണല്ലോ. നമ്മൾ ഈ സാധനം എടുത്ത് കൊണ്ടുപോയില്ലല്ലോ. നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ബെനിഫിറ്റ് ആണ്. വാട്ട് എവർ ടുഡേ യു വോണ്ട്, വി ഓൺലി എൻജോയ് ദ ബെനിഫിറ്റ്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബന്ധങ്ങളും ഒന്നുമില്ല. കാരണം സി, നമ്മളെ ഒരു വില്ല് എഴുതുമ്പം അച്ഛനാണല്ലോ വില്ല് എഴുതുന്നത്. അച്ഛൻ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ വിചാരിക്കുന്ന മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഇറ്റ് നെവർ ഹാപ്പൻ. അവർ നേരെ കോടതി പോകും. അവർ നേരെ കോടതി പോകും. കാരണം ഫെയർ ആയിട്ട് എഴുതുവാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ കോടതി പോകുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ. കാരണം കോടതി പോകേണ്ട ആവശ്യമേ ഇല്ല. അതൊരു പ്രൈവറ്റ് അറേഞ്ച്മെന്റ് ആണ്, ഫാമിലിന്റെ അകത്ത് മാത്രമാണ്. വില്ല് നാട്ടുകാർ മുഴുവൻ അറിയും. വലിയ നാട്ടുകാർ മുഴുവൻ അറിയും. ഇത് നമ്മളെ വീട്ടിലും അതും അദ്ദേഹം അല്ല, കോടതി പോയ നാട് മുഴുവൻ പാട്ടാവും. ഓക്കെ, അപ്പം ഈ ട്രസ്റ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വിത്തിൻ എ ഫാമിലി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. നോർമലി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മുസ്ലിം ഫാമിലിക്ക് ബില്ല് എഴുതാൻ പറ്റില്ല. നമുക്ക് ഹിന്ദുവിനും ക്രിസ്ത്യനും 100% ബില്ല് എഴുതാം. മുസ്ലിംസിന് 1/3 പ്രോപ്പർട്ടി മാത്രമേ ബില്ല് എഴുതാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ബില്ല് എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ട്രസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷേ നോർമലി ബില്ല് എഴുതുമ്പം മുസ്ലിംസ് ഫാമിലിന് കൺസെന്റ് വേണം, അതിൽ കൂടുതൽ എഴുതി കൊടുക്കണമെങ്കിൽ. ആ കൺസെന്റ് എപ്പോഴാണ് വേണ്ടത്? മരണശേഷമാണ് വേണ്ടത്. മരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന പോലെ ഉണ്ടാവും, മരിച്ച ശേഷമുള്ള അത്. ഇത് ഒരുപാട് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ഇത് സത്യം പറയാ, do you consult about this? I'll tell you the background. Actually, how can I fall into this particular line? Estate planning. Estate planning. നമ്മളിപ്പം എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? നമ്മുടെ വീടും എസ്റ്റേറ്റ്, നമ്മളെ മറ്റേ റിയൽ എസ്റ്റേറ്റ്, നമ്മുടെ എസ്റ്റേറ്റ് ഈസ് ബേസിക്കലി എനി പ്രോപ്പർട്ടി, മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. മരിച്ച ആളുടെ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് എസ്റ്റേറ്റ്. ഡിസീസ്ഡ് പേഴ്സൺ, അതാണ് എസ്റ്റേറ്റ്. അത് ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന ആളാണ് എസ്റ്റേറ്റ് പ്ലാനർ. നമ്മൾ എസ്റ്റേറ്റ് പ്ലാനർ കാണുന്നില്ലേ? അത് ആക്ച്വലി മരണപ്പെട്ട ആളുടെ പ്രോപ്പർട്ടി കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ് എസ്റ്റേറ്റ് പ്ലാനർ.
ഇത് ബേസിക് നോളജ് നമ്മൾ വായിക്കുന്നതൊക്കെ ഇംഗ്ലീഷാണ്. ലോ ഇംഗ്ലീഷ് അല്ല, നിയമങ്ങൾ ഇംഗ്ലീഷ് അല്ല വായിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഐ വിൽ ടെൽ യു, എനിക്ക് ഐ ഹാവ് മൾട്ടിപ്പിൾ ബിസിനസ്. ഓക്കെ, ബേസിക്കലി ഐ എം എ ബിസിനസ് കൺസൾട്ടന്റ്, സ്പെഷ്യലൈസ് ഇൻ ഓൾ ദീസ് ലോസ്. എനിക്ക് വക്കീലല്ല എന്നല്ല, അത്യാവശ്യം നിയമം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് റീഡിങ് ഓൾ ദീസ് ലോസ്, സ്പെഷ്യലൈസ് ഇൻ ഇൻകം ടാക്സ്, ഫെമ, ഇതുപോലത്തെ നിയമങ്ങൾ. അപ്പോൾ ഞാൻ അതിൽ കണ്ട ഒരു കാര്യം, 2020 ഞാൻ പ്രവാസി ടാക്സ് എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, എസ്പെഷ്യലി കൺസൾട്ടിങ് NRIs. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഇന്ററാക്ടിങ് വിത്ത് ഇൻഡിവിജ്വൽസ്, HNI ഇൻഡിവിജ്വൽസ്. അപ്പോൾ 2022 എനിക്ക് ഐ ഗോട്ട് എ കോൾ ഫ്രം ഖത്തർ. ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സാർ ആക്ച്വലി എൻ്റെ ഫാദർ ഇങ്ങനെ മരണപ്പെട്ടു കോവിഡ് സമയത്ത്, ഫ്രം നോർത്ത് ഇന്ത്യ, ഷീ ഈസ് വർക്കിംഗ് ഇൻ ഖത്തർ. ഫാദർ ഇങ്ങനെ മരണപ്പെട്ടു. ഫാദറിന് ഒരുപാട് FD ഉണ്ട്, ഡെപ്പോസിറ്റ്. കാരണം ആൾ ഭയങ്കര റിസ്ക് എടുക്കാത്ത ഒരാളാണ്. ഉറപ്പായിട്ടും FD മാത്രമേ ഉണ്ടാവുള്ളൂ, ഷെയറിലൊന്നും ഉണ്ടാവില്ല. ഹ്യൂജ് മണി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഷീ ഗോട്ട് ഓൺലി 67 lakhs കാനറ ബാങ്ക് ഡെപ്പോസിറ്റ്സ്. ഫാദറിന് വേറെ ബാങ്കുകളിലും FD ഉണ്ടാവണം, ഉറപ്പായിട്ടുണ്ടാവണം. ഷീ ഈസ് ഓൺലി ഡോട്ടർ. എന്നോട് ചോദിച്ചു, പാനും ആധാറും വെച്ചിട്ട് എൻ്റെ ഫാദറിൻ്റെ FD ചെക്ക് ചെയ്യാൻ പറ്റുമോ, വേറെ ഏതെങ്കിലും ബാങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ? അന്ന് ഐ ഡിഡ് എൻ അറ്റംപ്റ്റ്. ദെൻ പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട് ഫ്രം എൻ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. ബാങ്കിന് വരെ അറിയില്ല, അത് കനറ ബാങ്കിന് അറിയില്ല സ്വന്തം ബാങ്കിൽ ആൾക്ക് അക്കൗണ്ട് ഉണ്ടെന്ന്. ലോൺ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഡെപ്പോസിറ്റ് ഒരിക്കലും അറിയില്ല, മനസ്സിലായി? അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടാൻ ഒരു ലാഗ് വന്ന സമയത്താണ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദിസ് ഈ അൺക്ലെയിംഡ് മണി ഇൻ ദ കൺട്രി, 2 ലക്ഷം കോടി ഡെപ്പോസിറ്റും ഇത്ര മാത്രം ഇൻഫർമേഷൻ വന്നപ്പോഴാണ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഇതിനെക്കുറിച്ച് ഞാനൊരു സെഷൻ എടുത്തു, സക്സഷൻ പ്ലാനിങ്. ഓക്കെ, ഐ ടുക്ക് എ സെഷൻ ഒരു 3 years back. Then I understand actually most of the people are clueless. ഇതിനെക്കൂടി യാതൊരു ധാരണയില്ല, ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ള ഒരു പിക്ചർ കിട്ടി. ദെൻ പിന്നെ ഒരു കാര്യം നമുക്ക് ഒരാൾക്ക് അറിയില്ല എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് പഠിക്കാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് വരും. ഞാൻ ലാസ്റ്റ് 3 years I am doing this part. അപ്പോൾ എവിടെ ആൾ കൂടിയാലും ഞാൻ ഈ വിഷയം സംസാരിക്കും. കാരണം ഇന്ന് എനിക്ക് ഈവനിങ് ഒരു സെഷൻ ഉണ്ട് KML, ഈവനിങ് ഒരു 5:30 ഒരു ലേഡീസ് അസോസിയേഷൻ്റെ ഒരു സെഷൻ ഉണ്ട്. വെരി ഗുഡ്. 10 പേര് കൂടിയാലും ഞാനത് ക്ലാസ് എടുക്കും. വെരി നൈസ്. ഒരാൾക്ക് എത്ര പ്രായത്തിൽ ബില്ല് എഴുതാം? ബില്ല് എന്തിന് എഴുതണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരിക്കണം. അസറ്റ് ഉള്ള ഒരാൾ വെറുതെ ബില്ല് എഴുതാൻ പറ്റില്ല. ബില്ലിൻ്റെ അകത്തൊരു അസറ്റ് ഉണ്ടായിരിക്കണം. അസറ്റ് എൻ്റെ ഓണർഷിപ്പാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അതും ആ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം മരിക്കുന്ന സമയത്ത് എന്താണോ ഓണർഷിപ്പുള്ള അതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബില്ല് എഴുതാം. ഓക്കെ, ഇന്ന് ഒരു 50 വയസ്സിൽ ഞാൻ ബില്ല് എഴുതുവാണ്, ഈ എൻ്റെ പ്രോപ്പർട്ടികളും എൻ്റെ ബാങ്ക് ഡെപ്പോസിറ്റുകളും എൻ്റെ ഷെയറൊക്കെ വന്നിട്ട് ഉണ്ടെന്ന് പറയുന്നത് എന്താണോ, ചിലപ്പോൾ 85 വയസ്സായി മരിക്കുന്നുണ്ടാവുക, അന്ന് എന്താണോ ഉള്ളത് അന്ന് സ്റ്റേറ്റസ് എടുത്തിട്ട് അത് മുഴുവനും അങ്ങനെ പോകുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏജ്. അത് അറ്റ്ലീസ്റ്റ് ഐ റെക്കമെൻഡ് വന്നിട്ട് ദ മൊമെന്റ് യു സ്റ്റാർട്ടഡ് ഏർണിംഗ് ഇൻകം വെൽത്ത് ഒരു 40-45 വന്നിട്ട് യു ഷുഡ് ഹാവ് എ ബിൽ. ബില്ല് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ, പല ആൾക്കാരും ബില്ല് കല്യാണത്തിന് മുമ്പ് ബില്ല് എഴുതുന്ന ആൾക്കാരുണ്ട്. വരുന്ന വൈഫ് എങ്ങനെയാണെന്ന് പറഞ്ഞത് മിക്ക ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് എഴുതിയ ബില്ല് വാലിഡ് അല്ല. ബില്ല് മാറ്റി കാണും വൈഫ് മാറില്ലേ? കാരണം മൊമെന്റ് യു റൈറ്റ് എ വിൽ യു ആർ ഓൺലി പാരന്റ്സ് അല്ലേ, വൈഫും ഇല്ല മക്കളും ഇല്ല. അപ്പം നമ്മൾ ബില്ല് എഴുതുന്ന സമയത്ത് ഓൺ ദ ഡേറ്റ് ഓഫ് ഡെത്ത് വന്നിട്ട് വെദർ യു ഹാഡ് എ തോട്ട് പ്രോസസ് വന്നിട്ട് യു ഹാഡ് വൈഫിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, മക്കളെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അമ്മയുടെയും അച്ഛൻ്റെയും അതൊക്കെ മനസ്സിലുണ്ടായിട്ടാണോ ബില്ല് എഴുതിയതാണ്. ഓട്ടോമാറ്റിക്കലി ആ പഴയ ബില്ല് വാലിഡ് അല്ല. പക്ഷേ അമേരിക്കയിൽ പ്രീ നപ്ഷ്യലൊക്കെ ഇല്ലേ? ഉണ്ട്. ഇല്ല, ഇന്ത്യയിൽ വന്നിട്ട് ആ ബില്ല് വാലിഡ് അല്ല. യൂണിറ്റ് ടു റൈറ്റ് ആണ്. അങ്ങനെ ഭാര്യ ഇല്ലാതൊരു ബില്ല് എഴുതണ്ട. അതെ, പക്ഷെ ഭാര്യയ്ക്ക് മുമ്പ് വേണമെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാക്കാം. കണ്ടോ നിങ്ങൾ? അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എവിടെയാണ് പോകുന്നത് അവിടെ മീൻ ടു പ്രൊട്ടക്ട്. കാരണം നമുക്ക് നോർമലി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെദർ വി ലൈക്ക് ഓർ നോട്ട് വന്നിട്ട് ദാറ്റ് മാരേജ് ഡിസ്പ്യൂട്ട് ഈസ് ഹാപ്പനിങ് ഏർലി ഏജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പറഞ്ഞൊരു കേസിൽ നമ്മൾ മിസ്സായ ഒരു കാര്യമേ, നമ്മൾ ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, വളരെ പോപ്പുലർ ലിവിങ് റിലേഷൻഷിപ്പ്. അപ്പോൾ വൈഫ് എന്ന് വിചാരിക്കും, അത് ലീഗലി വൈഫല്ല. അല്ല, ഒരു അധികാരമില്ല. ഇപ്പൊ നമ്മൾ നോർമലി കാണുന്നത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, രണ്ടുപേരും സാലറി എംപ്ലോയിഡ് ആയിരിക്കും, അവർ രണ്ടുപേരും ലോൺ എടുത്തിട്ടായിരിക്കും ഫ്ലാറ്റ് വാങ്ങിക്കുന്നുണ്ടാവുക. സോ ഇഫ് വൺ പേഴ്സൺ ഡൈ, വാട്ട് ഹാപ്പൻ ടു ദ പേഴ്സൺ? ഒന്നും കിട്ടില്ല. എന്ത് കിട്ടാനാ? ബിക്കോസ് യു ആർ നോട്ട് ലീഗലി മാരീഡ്. യു ആർ നോട്ട് വൈഫ്, നോ സ്പൗസ് അല്ല, ലീഗലി വൈഫ് അല്ല. മെയിൻ്റെനൻസ് ക്ലെയിം ചെയ്യാം, പ്രോപ്പർട്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഉറപ്പായിട്ടും ബില്ല് എഴുതണം. ആഫ്റ്റർ എ മാരേജ് വെൻ യു ഹാവ് എ ലിവിംഗ് റിലേഷൻഷിപ്പ്, ഓട്ടോമാറ്റിക്കലി യു ഷുഡ് ഹാവ് എ without marriage if you have a living relationship. With the relationship you should have a mandate, you should have a bill. അപ്പോൾ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിയും ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയും അത് രണ്ടും ഒന്നാണോ? രണ്ടാണ്.
സി ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ അപ്പൂപ്പന്റെ, അതാണ് അപ്പൂപ്പന്റെ പ്രോപ്പർട്ടി എന്ന് പറയില്ലേ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഫാദർ ആൻഡ് സൺ, 4 ജനറേഷനിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് പറയുന്നത് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയിൽ എനിക്ക് അബ്സല്യൂട്ട് റൈറ്റ്സ് ഇല്ല, ഓണർഷിപ്പ് റൈറ്റ്സ് ഇല്ല. ബൈ ബർത്ത് എനിക്ക് ഐ ഹാവ് ഗോട്ട് ദ റൈറ്റ്സ്. ജനിച്ചത് കൊണ്ട് കുട്ടിക്ക് റൈറ്റ്സ് ഉണ്ട്, പക്ഷെങ്കിൽ എനിക്ക് വിൽക്കാനോ വാങ്ങാനുള്ള റൈറ്റ്സ് ഇല്ല. ഇല്ല, കയ്യിലിരിക്കും. വിൽക്കാനും പറ്റില്ല ആ പ്രോപ്പർട്ടി. ഇന്ത്യയിൽ HUF ഇല്ല, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ ഇന്ത്യയിലെല്ലാം ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഐഡിയലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൂപ്പൻ്റെ പ്രോപ്പർട്ടിയിൽ ഗ്രാൻഡ് ചിൽഡ്രന് റൈറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പൂപ്പൻ്റെ പ്രോപ്പർട്ടി അച്ഛന് കിട്ടും, അത് അച്ഛൻ്റെയാണ്, അത് എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പൂപ്പൻ്റെത് എനിക്ക് റൈറ്റ്സ് ഉണ്ട്. നോർമലി പറയില്ല ആൾക്കാർ വന്നിട്ട് അതെൻ്റെ നിങ്ങൾ ഉണ്ടാക്കിയതല്ലോ, നിങ്ങളുടെ അച്ഛൻ്റെ കിട്ടിയതല്ലേ, അതിൽ എനിക്ക് റൈറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ റൈറ്റ്സ് ഇല്ല. അച്ഛന് വേണമെങ്കിൽ വേറെ ആർക്ക് കൊടുക്കാം. അച്ഛന് നന്നായിരുന്നു. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ സ്വത്ത്. ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ പ്രോപ്പർട്ടി. ഫാദർ എനിക്ക് കിട്ടിയ പ്രോപ്പർട്ടി. പക്ഷെ അതും വരണമെങ്കിൽ വില്ല് എഴുതണം, അല്ലെ നിയമപ്രകാരം വരണം. ലീഗൽ എയർ സർട്ടിഫിക്കറ്റ്. അതായത് ലീഗൽ എയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഹെറിറ്റൻസ് ലോ പ്രകാരം ലീഗൽ എയർ ആയിട്ട് കിട്ടുന്നതാണ് ഇൻഹെറിറ്റഡ് ബൈ ലീഗൽ എയർ. ഓ മൈ ഗോഡ്, ഇത്രയും സമയം എനിക്ക് നമ്മൾ ഒരു മിനിറ്റ് പോലും എനിക്ക് ഒരു ഇൻഫോർമേഷൻ്റെ ഇങ്ങനെ ഒരു ഇതായിരുന്നു. ലൈക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഒരേ സമയത്ത് അരമണിക്കൂറിൽ തന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. ഇനി ഒരുപാട് നല്ല എന്താ പറയുക, മനുഷ്യർക്കൊക്കെ ബോധവൽക്കരിക്കപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾക്കുണ്ട്. അതെ,